യെസ്, റെജി ലൂക്കോസ്, തുർക്കിക്ക് കേരളം 10 കോടി കൊടുത്തത് ഒരു വലിയൊരു വിഷയമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഭീകരാക്രമണം ഭാരതത്തിന് നേരെ ആ ഒരു പശ്ചാത്തലത്തിൽ കേരളം എന്തിന് 10 കോടി കൊടുത്തു എന്നൊരു ചോദ്യം പ്രസക്തമാവുകയാണ്. ഈ നമ്മുടെ മോഹനൻ സാറിനെ പോലെ പ്രതികരിക്കുന്ന പലരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ആ 10 കോടി തിരിച്ചെടുക്കണ്ടേ എന്നുള്ളതാണ്. റെജി ലൂക്കോസ്. രണ്ട് മറുപടിയുണ്ട്. ഒന്നത് അസംബന്ധമാണ്. എവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായാലും പരസ്പരം രാഷ്ട്രീയമോ ശത്രുത നോക്കാണ്ട് സഹായിക്കുന്നതാണ് ലോക ജനത. ഒന്ന്. രണ്ടാമത് 2019 തോന്നുന്നത്, ഒന്നോ രണ്ടോ വർഷം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് ടു കറക്ഷൻ. പാകിസ്ഥാനിൽ ഭീകരമായ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ, പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം അവിടെ സഹായഹസ്തമായിട്ട് ചെന്ന ഇന്ത്യ. അന്ന് ഏതാണ്ട് 100 കോടിയിൽ അധികം തുക വരുന്ന ഭക്ഷണപദാർത്ഥങ്ങളും റെസ്ക്യൂ ഓപ്പറേഷൻ ടീമും ഒക്കെ ആയിട്ട് ശത്രു രാജ്യത്ത് ഇപ്പൊ മോഹൻ സാർ വിശേഷിച്ച് രാജ്യത്തേക്ക് ലാൻഡ് ചെയ്തത് ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായിട്ട് ലാൻഡ് ചെയ്തത്. അപ്പൊ പിന്നെ നിങ്ങൾ ആ പണം എല്ലാം തിരിച്ചു മേടിക്കുമോ? നേപ്പാളിൽ അടുത്ത പ്രാവശ്യം ഉണ്ടായ സംഭവത്തിൽ, അതുപോലെ തന്നെ മ്യാൻമാറിൽ 18ഓളം ഫ്ലൈറ്റുകളിൽ നമ്മൾ സുരക്ഷാ വസ്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകളും ഒക്കെ ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് പോയി. ശ്രീലങ്കയിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് രജപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പ്രതിസന്ധിയിലാവുമ്പോൾ രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ ഒരടിസ്ഥാനമുണ്ട്. പക്ഷേ കേരളം പോലുള്ളൊരു സംസ്ഥാനം, അതും സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കേരളം എന്തിന് 10 കോടി തുർക്കിക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഭാരതത്തിന്റെ കാര്യം മറുപടി വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഇത് ചരിത്രാധികാരമായിട്ടുള്ള സംഭവം. അതിനെ വിമർശിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെന്താ മറുപടി പറഞ്ഞു? ആ ചോദ്യം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതാണ്. ചോദിച്ചതിന് പേര് മറുപടി പറഞ്ഞു. ഇനിയും ഉണ്ടായാലും 100 കണക്കിന് ഉദാഹരണം പറയാം. കേരളത്തിൽ പ്രകൃതി ദുരന്തം എത്ര എണ്ണം ഉണ്ടായി? ഏതെല്ലാം നാട്ടിൽ നിന്ന് ഇവിടെ സഹായഹസ്തങ്ങൾ നീട്ടി? കേന്ദ്ര ഗവൺമെന്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ എത്ര കോടി രൂപ കിട്ടിയോ? അതൊന്നും തുർക്കി ഗവൺമെന്റ് ഇങ്ങനെ ഈ രീതിയിൽ ഇന്ത്യ ഗവൺമെന്റിനോട് പെരുമാറുന്നുണ്ടോ? ഇതിനു മുമ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് തെളിവുണ്ടായിരുന്നോ? തുർക്കി എന്നല്ല, മനുഷ്യൻ എവിടെ ബുദ്ധിമുട്ടിയാലും തുർക്കിന്നോ ഇന്തോനേഷ്യന്നോ പാകിസ്ഥാനെന്നോ ഇന്ത്യ എന്നുള്ള വ്യത്യാസമില്ല. പരസ്പരം മനുഷ്യ അങ്ങനെയാണ് നിങ്ങൾ ഐക്യരാഷ്ട്രസഭ ആദ്യം പിരിച്ചുകൂടെ? തായ്ലൻഡിന് കൊടുക്കണ്ടേ? ലോകം മുഴുവനുള്ള രാജ്യങ്ങളിലേക്ക് സഹായസം കൊടുക്കേണ്ടത് കേരള ഗവൺമെന്റ് മാത്രം ബാധ്യതയില്ല. തുർക്കിയിലെ സംഭവം എന്താ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? തുർക്കി ഗവൺമെന്റ് ലോകവ്യാപകമായിട്ട് സഹായങ്ങൾ അഭ്യർത്ഥിച്ചു. തീർച്ചയായിട്ടും പരസ്പര സ്നേഹവും സാഹോദര്യമുള്ള കേരളത്തിലെ ഒരു സർക്കാർ അവർക്ക് 10 കോടി രൂപ കൊടുത്തു. അതിനെ നിങ്ങൾ വിമർശിക്കുന്നത് ഭാരതം കേന്ദ്ര സർക്കാർ സഹായിച്ചു. കേരളം എന്തിന് 10 കോടി കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ? അനിൽ നമ്പ്യാർക്ക് എന്താ ബുദ്ധിമുട്ട്? അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകന്റെ ഏറ്റവും മോശമായ രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്റെ നികുതി പണം കൂടിയാണ് കൊടുത്തത്. എന്റെ രാജ്യത്തെ നിസ്കരിക്കാനുള്ള ഒരു പാടപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എന്തിനാണ് ആ കാര്യം വെളിപ്പെടുത്തിയത്? ഇതല്ല ഇങ്ങനത്തെ എന്റെ രാജ്യത്തെ ആക്രമിച്ച പാകിസ്ഥാന് പരസ്യമായി പിന്തുണ വാഗ്ദാനം ചെയ്ത തുർക്കിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ രക്തം തിളക്കും. ഞാൻ ചോദിക്കും, എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ചോദിക്കും. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചോദിക്കുന്നുള്ള ഉറപ്പായ കാര്യമാണ്. നിങ്ങളുടെ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു അസംബന്ധമായ ക്വസ്റ്റ്യൻ അല്ലേ? എന്തിനാണ് നിങ്ങൾ പാകിസ്ഥാനിൽ ഇന്ത്യ ഗവൺമെന്റ് സഹായം കൊടുത്തത്? ഇന്ന് പാകിസ്ഥാനല്ലേ രാജ്യത്തിനെ കഴിഞ്ഞ 75 വർഷമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഞാൻ പറഞ്ഞ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യങ്ങളെ സഹായിക്കും. പക്ഷേ ഈ കേരളത്തിന് എന്ത് കാര്യം? കേരളത്തിന് എന്ത് കാര്യം? ഇത് കേൾക്കൂ, താങ്കൾ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഐ വിൽ വിത്ഡ്രോ ഫ്രം ദിസ്. അല്ല അത് നോക്കൂ അത് അല്ലല്ലോ, നോക്കാനൊന്നുമല്ലേ ഞാൻ എന്നെ ഇവിടെ വിളിച്ചിരുത്തിരിക്കുന്നത്. ഞാനൊരു നല്ല ഡിബേറ്റാന്ന് ഓർത്തുകൊണ്ടാണ് വന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്തത്. താങ്കൾ ഉടനെ ഇത്തരം നോൺസെൻസ് ക്വസ്റ്റ്യൻസ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഇതൊക്കെ എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്? ഈ കേരളം എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴത്തേക്കും ശത്രുവിന്റെയും മറ്റവന്റെ നിറം നോക്കിയാണോ സഹായങ്ങൾ നേടുന്നത്? ജാതിയുടെ മതം നോക്കിയാണോ ഓരോരുത്തരെ കൈ പിടിച്ചോണ്ട് പോയി രക്ഷാമാർഗം നേടുന്നത്? എന്തൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? അതുകൊണ്ടാണ് സത്യം പറയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ തായ്ലൻഡ് എന്തുകൊണ്ട് സഹായിച്ചില്ല? മറുപടി പറ. തായ്ലൻഡിന് ഇരിക്കട്ടെ 10 കോടി. എണ്ണി പറഞ്ഞില്ലേ മറുപടി? നിരപരാധികളെ കൊന്നൊടുക്കുന്ന, തീവ്രവാദികളെ വിട്ട് നശിപ്പിക്കുന്ന, ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന ഈ പാകിസ്ഥാനിലെ ദുരന്ത സമയത്ത് കൊണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പേ കൊണ്ട് സഹായങ്ങൾ കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ അർത്ഥവുമായിട്ട് അവരെ സഹായിച്ചതിനാ ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനിലെ ജനങ്ങൾ മുഴുവനും ഈ ഇന്ത്യക്ക് എതിരാണോ? ഭരണകൂടമല്ലേ ഈ ഭീകരത കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശിന് ഉദാഹരണം, ശ്രീലങ്കയുടെ ഉദാഹരണം,
വേണ്ടെന്നേ തായ്ലൻഡിൽ കൊടുത്തത്. 6ഓളം ഫ്ലൈറ്റിൽ ഇന്ത്യ ആവശ്യമായിട്ടുള്ള വസ്തുക്കളായിട്ട് ലാൻഡ് ചെയ്തു. ഏതെങ്കിലും CPI അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാ ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് ഇതൊക്കെ മനുഷ്യത്വരഹിതമായ ക്വസ്റ്റ്യൻ. അതാണ് ഇപ്പോൾ ഈ സെലബിയ എന്ന് പറയുന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഞാനത് സ്റ്റഡി ചെയ്തിട്ട് തന്നെ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് സെലബിയിലേക്ക് വരാം. തുർക്കിയിലെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ? കേരളത്തിൽ നിന്ന് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ തുർക്കിയിലേക്ക് പോകുന്ന ഏത് രാജ്യത്താണെന്ന് നമ്പേർക്കറിയോ? ഞാൻ അവിടെ യാത്ര ചെയ്തിട്ടുള്ള ആളാ. 2014 ഇന്ത്യ എന്നാണ് ആ രാജ്യത്തിന് ഏറ്റവും വലിയ വരുമാനം. ഇപ്പോൾ ടൂറിസമാ. മനോഹരമായ രാജ്യ. ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ ചർച്ച് 1800 വർഷം പഴക്കമുള്ള ലോകത്തിലെ മനോഹരമായ ഗോത്തിക് കൾച്ചറിലുള്ള ഞാനും പോയിട്ടുണ്ട്. റെജി ലൂക്കോസ് ഹാഗിയ സോഫിയ ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഈ വരാനുള്ള ഞാൻ പറഞ്ഞില്ല നമ്പ്യാർ, ഇതൊരു സർഗാത്മക ചർച്ചയായിട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറായത്. കേക്കൂ, ഈ പറയുന്ന ഹാഗിയ സോഫിയ പിന്നെ ക്രിസ്ത്യൻ ചർച്ച്, പൗരാണിക ചർച്ച്, അത് മുസ്ലിം ദേവാലയമായിട്ട് മാറ്റിയതാരെ ഈ പറയുന്ന എർദോഗാനെ കേവലം 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് അവിടെ പോയിട്ട് അത് ശരിയായെന്ന് പറഞ്ഞ് ചന്ദ്രിക ലേഖനം എഴുതി. എന്തെല്ലാം എതിർപ്പുകളുണ്ടായി. അതേ രാജ്യത്തേക്ക് ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെയാണ് ഇനി അവിടെ പോകണ്ട, നിങ്ങൾ ഇനി ആ രാജ്യത്തേക്കുള്ള ടൂറിസം നിരോധിക്കാന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ആളുകൾ സ്വയം തീരുമാനം എടുത്തിരിക്കുക. രാജ്യത്ത് നിന്നുള്ള വിനോദസഞ്ചാരികൾ അവർ തീരുമാനിച്ചു ഇനി ഞങ്ങൾ തുർക്കിയിലോട്ട് പോകുന്നില്ല, അവർ ബുക്കിംഗ് എല്ലാം ക്യാൻസൽ ചെയ്യാണ്. അതാണ് രാജ്യസ്നേഹം. നിങ്ങൾ നേരത്തെ ചോദിച്ചത് തുർക്കിക്ക് പണം കൊടുത്തത് എന്തിനാണ്? നമുക്കെതിരെ ഡ്രോൺ സഹായം നൽകിയതാണ് പാകിസ്ഥാൻ ചോദിച്ചില്ലേ? അങ്ങനെയാണ് നമ്മൾ എന്തിനാ ആ ചോദ്യം ചോദിച്ചത്? ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണോ നിങ്ങൾ അന്തർദേശീയ തലങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? ചുമ്മാ രാഷ്ട്രീയ ശത്രുതയുടെ പേര് ഇത്ര നല്ല വിഷയത്തിൽ ഇങ്ങനെയൊക്കെ പറയരുത്. അതിനെ ഞാൻ ഇനിയും പറയാം. വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാനുള്ള കഥകൾ എന്റെ പുറമെ ഞാൻ പറയാം. ഞാൻ തുർക്കി യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള മിക്കവരും ഇപ്പൊ കേരളത്തിൽ നിന്നും മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന 5 രാജ്യങ്ങളിലൊന്നും തുർക്കിയാണ്. മനോഹരമായ രാജ്യ. കാരണം അവിടെ എൻവയോൺമെന്റലായിട്ടുള്ള ഡിഫറെന്റ് ആണ്. പോകണ്ടെന്ന് അവർ സ്വയം തീരുമാനിച്ചാണ്, അല്ലാതെ കേന്ദ്ര സർക്കാർ വിലക്കിയതല്ല. സ്വയം തീരുമാനിച്ചു തന്നെ കേരള സർക്കാർ 10 ലക്ഷം കോടി രൂപ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മുൻകൂട്ടി അറിഞ്ഞു ഇന്ത്യയിലെ ഡ്രോൺ കൊണ്ടുപോയി ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് വിലക്കിയിരുന്നില്ലേ 2002 ഈ പറഞ്ഞ എർദോഗാന്റെ മകൾക്ക് 50% ബിസിനസ് പങ്കാളിത്തോണ്ട ഈ സെലബിയ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് ഇന്ത്യയിലെ നിർണായകമായിട്ട് അന്തർദേശീയ വിമാനത്താവളങ്ങളിൽ കാർഗോ ഹാൻഡിൽ ചെയ്യാനും ഗ്രൗണ്ട് ഹാൻഡിലിംഗിനും കൊണ്ട് അനുമതി കൊടുത്തത്. നിങ്ങൾ എന്തുകൊണ്ട് അത് കൊടുത്തത്? നരേന്ദ്രമോദി അല്ല അനുമതി കൊടുത്തത്. നരേന്ദ്രമോദി സർക്കാർ 2002 പിന്നെ ആരാ ഭരിച്ചത് ഇവിടെ? 2002 നരേന്ദ്രമോദി അല്ല സാർ, 2008 അങ്ങനെയാണെങ്കിൽ 2002 കൂട്ടിക്കോ. നിങ്ങൾ 15 വർഷമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ ക്യാൻസൽ ചെയ്യായിരുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇപ്പോഴല്ലേ തനിനിറം മനസ്സിലായത്? പഠിച്ചിട്ട് ചർച്ച വന്നിരിക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ ഒരാളാണ് ഈ ചർച്ചയില്. സൗമ്യമായി സംസാരിക്കാം. ഒരു മിനിറ്റ് റെജി, ഒരു മിനിറ്റ്. 2008 റെജി തെറ്റിദ്ധരിപ്പിക്കരുത്. നിർണായകമായ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിന്റെ ലൈസൻസ് നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തു? ഇപ്പൊ ഈ ബഹുമാനപ്പെട്ട മോഹൻ സാറിന് പിന്നെ തെളിവ് സഹിതം കൊടുത്തപ്പോഴല്ലേ മിനിറ്റുകൾക്കുള്ളിൽ ഇത് ക്യാൻസൽ ചെയ്ത്? ഈ രാജ്യത്ത് സംവിധാനം ഇല്ലായിരുന്നു. ഒരു ശത്രു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മകൾക്ക് ഇത് കൊടുത്തപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് വന്ന് ഡ്രോൺ ആയിരുന്നു. ആരാ കൊടുത്തത്? അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ് സാർ ഇത് കൊടുത്തത്. അതെ സാർ, മൻമോഹൻ സിംഗ് സർക്കാർ കൊടുത്തത്. നിങ്ങൾ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല? സാർ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2022 അല്ല, അതിന് മറുപടി യുവരാജ് പറയും. അതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല. എല്ലാവരും മറുപടി യുവരാജ് പറയും. ഞാൻ വരാം.